രാവിലെ മുതൽ ഞങ്ങൾ യാത്ര തുടങ്ങിയതാണ്. ഭുവനേശ്വറിൽ നിന്ന് യാത്ര പുറപ്പെട്ട് കാലഹണ്ടിയിലേക്കുള്ള ഞങ്ങളുടെ യാത്രയിൽ കാണ്ടമാലിലേക്ക് ഞങ്ങൾ കയറുകയാണ്. ഈ എൻട്രൻസിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുക. കാണ്ടമാൽ, ഒറീസയിലെ കാണ്ടമാൽ ഡിസ്ട്രിക്റ്റ് ധാരാളം പെർസിക്യൂഷൻ നടന്ന സ്ഥലമാണ്. ക്രിസ്ത്യാനിറ്റി ഒത്തിരി പീഡിപ്പിക്കപ്പെട്ട സ്ഥലമാണ്. കാണ്ടമാൽ കലാപം, ബറഖമായിൽ നടന്ന അതിക്രൂരമായ പീഡനങ്ങൾ, ഇതൊന്നും ക്രിസ്തീയ ചരിത്രത്തിൽ മായ്ക്കുവാൻ കഴിയാത്ത അനുഭവങ്ങളായിരുന്നു. ഞങ്ങൾ ധാരാളം പ്രാവശ്യം കാണ്ടമാലിലും ബറഖമായിലും ബലിഗുഡായിലുമൊക്കെ താമസിച്ചിട്ടുണ്ട്, യാത്ര ചെയ്തിട്ടുണ്ട്, സുവിശേഷ വേല ചെയ്തിട്ടുണ്ട്. വളരെ പരിചയമുള്ള പല കുടുംബങ്ങൾ നമുക്കവിടെയുണ്ട്, സുവിശേഷം നിമിത്തം ഉപദ്രവിക്കപ്പെട്ടവർ. ബറഖമായിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ സുവിശേഷം നിമിത്തം തകർന്നു പോയ ഒത്തിരി ആൾക്കാരുള്ള സ്ഥലമായിരുന്നു ബറഖമ. എത്ര പേരവിടെ തീ പിടിച്ച് കത്തിപ്പോയെന്ന് ഇന്നും ആർക്കും അറിയുകയില്ല. എന്നാൽ ക്രിസ്തീയ മതപീഡ, ആ പദം കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഒരു ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടിയിട്ട് കാര്യമില്ല. ക്രിസ്ത്യാനിറ്റി ആരെയും തിരിച്ചുപദ്രവിക്കാറില്ല. കാര്യം, ക്രിസ്ത്യാനിറ്റിയുടെ ലീഡർ യേശുവാണ്. യേശു പറഞ്ഞു, ഒരു കന്നത്തടിക്കുന്നവന് മറുകരണവും കാണിച്ചു കൊടുക്കണം. അതാണ് ഒറിജിനൽ ക്രിസ്ത്യാനിത്വം. ക്രിസ്തുവിൻ്റെ മനോഭാവത്തെക്കുറിച്ച് പൗലൂസ് ഫിലിപ്പർ 2 ആലേഖനം ചെയ്യുന്നുണ്ട്. ആറ്റിറ്റ്യൂഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവേശുവിലുള്ള മനോഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. പ്രതികാരം നമുക്കുള്ളതല്ല, സ്നേഹം മാത്രമാണ് നമുക്ക് അവകാശം. തല്ലിയവനോടും ക്ഷമിച്ച യേശുവിൻ്റെ സ്നേഹം. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഇതാണ് യേശു നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കാനും ക്ഷമിക്കുവാനും അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാനും ഒക്കെയാണ് ക്രിസ്തീയ തത്വം നമ്മെ നിർബന്ധിക്കുന്നത്. എന്നാൽ ഒരു കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ ഭാരതത്തിൽ പല സ്റ്റേറ്റിൽ സുവിശേഷ വേല ചെയ്യുന്നത് കൊണ്ട് ധാരാളം മിഷണറിമാരുമായിട്ട് ജീവിതം കണക്റ്റഡ് ആയതുകൊണ്ടും ജയിൽവാസികൾ, ജയിലിൽ താമസിച്ച വേലക്കാർ, ഉപദ്രവിക്കപ്പെട്ടവർ, കെട്ടിയിട്ട് തല്ലുകൊള്ളപ്പെട്ടവർ, ഒത്തിരി ദൈവദാസന്മാരോട് കണക്റ്റഡ് ആകയാൽ ഒരു കാര്യം പറയാതിരിക്കാൻ തരവില്ല. അതും ഈ കാണ്ടമാൽ ഡിസ്ട്രിക്റ്റിലേക്ക് കയറുമ്പോൾ സ്പെഷ്യലി നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ ക്രിസ്ത്യൻ എലിഫൻസ് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. കാണ്ടമാലിലെ ഡിസ്ട്രിക്ട് കളക്ടർ ഔദ്യോഗികമായി പുറത്തിറക്കിയ ഒരു അറിയിപ്പാണ്. ആ അറിയിപ്പിന് കൊടുത്തിരിക്കുന്ന പേരാണ് ക്രിസ്ത്യൻ എലിഫൻസ്, ക്രിസ്ത്യാനിയായ ആന. മലയാളീകരിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ആ ജില്ലാ കളക്ടർ ചോദിച്ചൊരു ചോദ്യമാണ്, ആനയും ക്രിസ്ത്യാനിയായോ? ഞാനത് അധികം വിശദീകരിക്കുന്നില്ല. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുക, ക്രിസ്ത്യൻ എലിഫൻസ് എന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക, അവിടെ കാണാൻ കഴിയും. കാണ്ടമാലിൽ ക്രിസ്തീയ കലാപം നടന്നതിന് ശേഷം ഏകദേശം 13 ആനകൾ കാണ്ടമാലിൽ വന്നതിനെക്കുറിച്ചുള്ള ചരിത്രമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആ ഗൂഗിളിൽ ക്രിസ്ത്യൻ എലിഫൻസിൽ ആഡ് ചെയ്തിരിക്കുന്നത് 13 ആനകൾ കാണ്ടമാലിൽ വന്നു. അവരവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ ആ ജില്ലാ കളക്ടർ അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഔദ്യോഗികമായ ഒരു റിപ്പോർട്ടാണ്. അവസാനം ആനയുടെ ശുശ്രൂഷയും കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ അവർ ചോദിച്ച ചോദ്യമാണ്, ആനയും ക്രിസ്ത്യാനിയായോ? അപ്പോൾ ഞാൻ സഹോദരങ്ങളെ ഓർപ്പിക്കട്ടെ, എല്ലാം കാണുന്ന ഒരു സർവശക്തനാക്കുന്ന ദൈവമുണ്ട്. നമ്മുടെ കർത്താവ് സർവശക്തനായ ദൈവമാണ്. പക്ഷേ ക്രിസ്ത്യാനിറ്റി ഒത്തിരി ഉപദ്രവിക്കപ്പെടാൻ കാര്യം, യേശു കർത്താവ് തൻ്റെ ജനത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി മഹാപീഡനം തൻ്റെ ശരീരത്തിൽ അനുഭവിച്ചതാണ്. നിങ്ങളെ തടവിലാക്കും, പള്ളിയിൽ കൊണ്ടുപോകും, വിസ്തരിക്കും, എന്താ നിങ്ങൾക്ക് പറയേണ്ടതെന്ന് നിങ്ങൾക്കറിയില്ല. പക്ഷേ ആ സമയത്ത് എൻ്റെ പിതാവ് നിങ്ങൾക്ക് കൃപ തരും, എൻ്റെ പിതാവിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത് നൽകി തരുമെന്ന് യേശു പറഞ്ഞതാണ്. യേശു എന്തെല്ലാം പറഞ്ഞോ അതെല്ലാം ഈ ഭൂമിയിൽ നടന്നേ മതിയാകുകയുള്ളൂ. പക്ഷെ ഒരു കാര്യം, പെർസിക്യൂഷൻ കഴിയുമ്പോൾ ഇന്ത്യയിൽ റിവൈവൽ ഉണ്ടാകും. ഉണർവ് ഉപദ്രവത്തെ വിഴുങ്ങുന്നൊരു കാലം വരും. അതുകൊണ്ട് കാണ്ടമാൽ ഡിസ്ട്രിക്റ്റിലേക്ക് ഞങ്ങളിങ്ങനെ കയറുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഈ ക്രിസ്ത്യൻ എലിഫൻസിനെ കുറിച്ചൊന്ന് ഓർപ്പിച്ചു. അത് ദൈവിക നിയോഗമായി ഞാൻ ആത്മാവിൽ കരുതുന്നു. അതുകൊണ്ട് വേല ചെയ്യുന്ന വേലക്കാർ ശക്തമായി വേല ചെയ്യും,
വിശ്വസ്തത കീപ്പ് ചെയ്ത് കൊള്ളണം. കയ്യിൽ കറപുരളാതിരിക്കാൻ സൂക്ഷിച്ചോണം. നല്ല വിശ്വസ്ത ഭടനായി കർത്താവിൻ്റെ വേല ചെയ്യുവാൻ കർത്താവ് കൃപ നൽകട്ടെ. അപ്പോൾ ഈ ഒറീസയിൽ നിന്നുകൊണ്ട് കാണ്ടമാനിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങൾ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു. സലാം. മേ ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ.